നമ്മക്കൾ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും യുകെയും. തീരുമാനം UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ. വിവിധ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കാൻ കരാറിൽ ധാരണ. ഇന്ത്യൻ UK ബന്ധത്തിലെ ചരിത്രപരമായ ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ADGP NR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് DGP. ADGPയുടെ വിശദീകരണം തൃപ്തികരമല്ല. ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി DGP റവാഡ ചന്ദ്രശേഖർ. റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിൽ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷം. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് സ്പീക്കർ. റഷ്യൻ യാത്രാവിമാനം തകർന്ന് 49 മരണം. അപകടം റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ. തകർന്നത് അങ്കാറ എയർലൈൻസ് വിമാനം. അപകടം ലാൻഡിംഗിന് തൊട്ടുമുൻപ്. കണ്ണൂരിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച റീമയുടെ ആത്മഹത്യാക്കുറിപ്പും ഫോൺ സംഭാഷണവും പുറത്ത്. മരണത്തിന് ഉത്തരവാദി ഭർത്താവും അമ്മയുമെന്ന് റീമ. അമ്മയുടെ വാക്കുകേട്ട ഭർത്താവ് ഇറക്കിവിട്ടു. തന്നോട് ചാകാൻ പറഞ്ഞുവെന്നും കുറിപ്പിൽ. കുട്ടിയെ വിട്ടു നൽകിയില്ലെന്ന് ഭർത്താവുമായുള്ള സംഭാഷണത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ് വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലിന് കാരണം ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് രീതി. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചുവെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ. മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ നടപടി ശുപാർശ. പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാൻ സാധ്യത. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം. ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് നടൻ മോഹൻലാൽ. പ്രശാന്ത് IASനെതിരെ അന്വേഷണ ഉത്തരവിട്ട സർക്കാർ. IAS ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന ആരോപണം 2-അംഗ സംഘം അന്വേഷിക്കും. കുറ്റപത്രത്തിന് പ്രശാന്ത് നൽകിയ വിശദീകരണം തള്ളി. എന്താണ് അധിക്ഷേപമെന്ന് അറിയാൻ ആകാംക്ഷയുണ്ടെന്നും പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുംബൈ ട്രെയിൻ സ്ഫോടക കേസിൽ പ്രതികളെ വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി. നടപടി മഹാരാഷ്ട്ര സർക്കാരിന്റെ അപ്പീലിൽ. പ്രതികളെ വീണ്ടും ജയിലിലേക്ക് അയക്കേണ്ടെന്നും കോടതി. അനാഥാലയത്തിൽ മരിച്ച 79-കാരന്റെ മൃതദേഹം വീട്ടിൽ